ഹലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരു സിനിമ കണ്ടു. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഒരു സിനിമയുടെ ഒരു കഥ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ട സിനിമ ഒരു തെലുങ്ക് മൂവിയാണ്, പക്ഷെ അതിൻ്റെ മലയാളം പതിപ്പാണ് ഞാൻ കണ്ടത്. സിനിമയുടെ പേര് ദ ഗേൾ ഫ്രണ്ട്. നിങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. OTT ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രശ്മിക മന്ദാനയുടെ ഒരു മൂവിയാണ്. ഓസം മൂവി. ഓസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രശ്മികയുടെ ഒരു മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട്. ആക്ച്വലി ആ ഒരു മൂവിയിൽ എന്ന് പറയുമ്പം ഇപ്പോഴത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ആക്ച്വലി റിലേഷൻഷിപ്പും അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ലൈഫും ഒക്കെയാണ് ആക്ച്വലി കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആ സിനിമയിൽ രശ്മിക ആ ഒരു ഭൂമാദേവി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് വരുന്നത്. അത് വളരെ മനോഹരമായിട്ട് ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. ആള് അച്ഛൻ മാത്രമുള്ളൊരു മകളാണ്, സിംഗിൾ പാരന്റ് ചൈൽഡാണ്. സോ അച്ഛന് ജോലി കാണിക്കുന്ന ഒരു ജ്വല്ലറിയിലായിട്ടാണ് ജോലി കാണിക്കുന്നത്. അച്ഛനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ആ സിനിമയിൽ പറയുന്നില്ല. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് രശ്മികയുടെ ആ ഒരു കോളേജ് ലൈഫിലാണ്. MSc ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആള് ആ ഒരു കോളേജിലേക്ക് വരുന്നത്. സോ ആ ഒരു കോളേജിൽ വെച്ചിട്ട് ജസ്റ്റ് ആൾ അതൊരു പഠിപ്പിയാണ്, കംപ്ലീറ്റ്ലി ഒരു പഠിപ്പിയാണ്. സോ ആ ഒരു കോളേജിൽ ഒരു കോളേജ് ഹീറോയായിട്ട് അവൾ റിലേഷൻഷിപ്പിലാവുക എന്ന് പറയുന്നതിനെക്കാളും നല്ലത് റിലേഷൻഷിപ്പിലാണെന്ന് എല്ലാവരും അവളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സോ നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആകെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. കാരണം ഒരു അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ഒരു എവിടെ നൈറ്റ് ഷോപ്പിങ്ങിന് പോയി വരുന്ന സമയത്ത് അവളുടെ വണ്ടി ആക്സിഡന്റ് ആവും, ഒരു കാറായിട്ട് ഇടിക്കും. സോ ആ സമയത്താണ് നമ്മളുടെ ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ ആക്ച്വലി എനിക്ക് ഹീറോ ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ഹീറോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒന്നെങ്കിൽ വില്ലൻ ആയിരിക്കണം, എങ്കിലും നമുക്ക് സോഫ്റ്റ് കോൺ തോന്നാം. ഇത് പക്ഷെ ഒരു സൈക്കോ അങ്ങനെ വാങ്ങണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സ്നേഹം കൂടുതൽ കൊടുത്തിട്ട് സൈക്കോ എന്ന് പറഞ്ഞ് നടക്കുവാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ ആൾക്ക് അവിടെ വെച്ചിട്ട് അവളോട് ഇഷ്ടം തോന്നും. പിന്നെ ഇരുവരെ ഭയങ്കര ക്ലോസ് ആവും. ക്ലോസ് ആയിട്ട് ഇവന്റെ റൂമിൽ വരും ഇവള് ആ ഒരു സിനിമ കാണാൻ, ഹായ് നാന കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് സിനിമയ്ക്കകത്ത് പറയുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് അവൻ അവളെ കിസ് ചെയ്യും. ആ കിസ് ചെയ്ത കാര്യം ഇവൻ എല്ലാവരുടെ പറഞ്ഞു നടന്നിട്ട് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, ഇവള് കമ്മിറ്റഡ് ആയി എന്നുള്ളൊരു ചിന്ത ഇവളിലേക്ക് വരും. അതായത് ഇവരെല്ലാവരും വരും, ഓ നീ കമ്മിറ്റഡ് ആയല്ലേ, നീ വിക്രത്തിനെ തന്നെ സെറ്റാക്കിയല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവൾക്ക് വരും. അപ്പോൾ ഇവള് വിചാരിക്കും ഓക്കെ ഷീ ഹാവ് എ ബോയ് ഫ്രണ്ട്, ഷീ ഈസ് കമ്മിറ്റഡ് എന്ന തോട്ടിൽ അവളങ്ങ് പോകും. പക്ഷെ ഇവള് ഭയങ്കര ടാലന്റഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരാളായിരിക്കും. പക്ഷെ ഇവന്റെ അമ്മയെ കാണാൻ പോകുന്ന സമയത്താണ് ഇവക്ക് മനസ്സിലാവുക ആ ഒരു വീട്ടില് അമ്മ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അമ്മയുടെ ലൈഫ് ആദ്യം എങ്ങനെയായിരുന്നു, പിന്നെ അമ്മ എങ്ങനെ മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിൽ തന്നെ അവക്കൊരു തോട്ട് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇവക്കൊരു ഫ്രണ്ടിനെ കിട്ടും, ദുർഗ എന്ന് പറഞ്ഞിട്ട്. ഈ ദുർഗ കോളേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ വിക്രത്തിനോട് ക്രഷ് ആയിരിക്കും. സോ വിക്രം എങ്ങനെ ആളാണെന്ന് അവൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഈ ദുർഗ എന്ന് പറയുന്നത് ലൈഫ് വളരെ എക്സ്പ്ലോർ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മോഡേൺ പെൺകുട്ടിയായിരിക്കും. സോ ഇവര് ഒരു ഡ്രാമ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൂട്ടായിട്ട് ഇവര് പുറത്ത് പോകും. ഒരു സിറ്റിയിലൂടെ പോകുമ്പോൾ ദുർഗ പോകുമ്പോൾ നമ്മളെ രശ്മിക ഭൂമാദേവിയെ കൊണ്ടുപോകും. അങ്ങനെ സിറ്റിയിൽ ഇവർ ഒരുമിച്ച് ഭയങ്കര എൻജോയ് ചെയ്യും, ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവള്. സോ ആ സമയത്ത് ദുർഗ ചോദിക്കും, നീ ഇങ്ങനെ വിക്രത്തിൻ്റെ കൂടെ ഹാപ്പിയാണോ? പക്ഷേ വിക്രം നിനക്ക് ചേർന്ന ആളല്ല എന്നൊക്കെ ഇവളിങ്ങനെ പറയും. നിൻ്റെ ഉള്ളിലൊരു ഫയർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഇവളത് റിഫ്യൂസ് ചെയ്തിട്ട് മാറിപ്പോകും. പക്ഷെ വീണ്ടും അതിന് ശേഷമാണ് ആക്ച്വലി ഇവൾ അമ്മയെ കാണാൻ പോകുന്നത് കേട്ടോ. ഇവളിങ്ങനെ പുറത്ത് ഇവളുടെ കൂടെ കറങ്ങാൻ പോയിട്ട് ദുർഗ പറയുന്നത് കേട്ടിട്ട് ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിരിക്കും അവള്. അപ്പം ആ സമയത്താണ് ഇവളിവൻ്റെ അമ്മയെ കാണുന്നത്, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ ബ്രേക്കപ്പിൻ്റെ കാര്യം പറയുമ്പോഴൊന്നും അവൾക്കത് പറയാൻ പറ്റില്ല അവനോട്. സോ അങ്ങനെ ആ ലൈഫ് മുന്നോട്ട് പോകും. ഒരു ദിവസം അവൾക്ക് പാനിക് അറ്റാക്ക് വന്നിട്ട് വിക്രം അവളുടെ റൂമിലായിരിക്കും. അവർക്ക് ഹോസ്റ്റലിൽ ബോയ്സിനും ഗേൾസിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാം. ആ സമയത്താണ് അവളുടെ അച്ഛൻ വരും. അച്ഛൻ വരുന്ന സമയത്ത് ഇവനും ഇവിടെ ഒരു റൂമിലായിരിക്കും. അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്യൂസൊക്കെ ആയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവളുടെ അച്ഛനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ മാത്രമല്ല ഇവൻ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കും. വീട്ടിൽ പോയിട്ട് കല്യാണം വരെ തീരുമാനമെടുക്കും. ആ കല്യാണത്തിന്റെ കാര്യം ഇവളോട് പറയാൻ വരുന്ന സമയത്താണ് ഇവള് പറയുന്നത് ഇങ്ങനെ ഇത് മുന്നോട്ട് പോകത്തില്ല ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഇവള് ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഇവൻ വളരെ മോശമായിട്ട് തന്നെ ഇവള് ചിത്രീകരിക്കും. ആ ഒരു കംപ്ലീറ്റ് ക്യാമ്പസിൽ ഇവക്കൊരു മോശം ഇമേജ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ഇവളെ കുറിച്ച് ബാഡായിട്ട് അവളുടെ ഹോസ്റ്റലിന്റെ ഡോറിലെല്ലാം എഴുതി വെക്കും. അപ്പൊ അങ്ങനെ സമയത്താണ് ദുർഗ വന്നിട്ട് ഇവളെ സംസാരിക്കുന്നതും. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഒരു കംബാക്ക് ആണ് ആക്ച്വലി രശ്മിക ചെയ്തേക്കുന്നത്. ആ ഒരു ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്നത് ഹോസം ക്ലൈമാക്സ് ആണ്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണുക. അതിന്റെ ഞാൻ ടെലിഗ്രാമിലാണ് സിനിമ കണ്ടത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പം എല്ലാവരും എന്തായാലും സിനിമ കാണാം കേട്ടോ. ഓക്കെ, ബൈ.